മച്ചാമാരെ ഞാനിതാ നമ്മൾ ശരിയൊരു അപകടത്തിൽപ്പെട്ട അർജുൻ്റെ വീടിൻ്റെ കൂടെ പോവാണ്. ഇതാണ് അർജുൻ്റെ വീട്. ഇപ്പോൾ ഇവിടെ മാധ്യമങ്ങളൊരു കൂട്ടപ്പടമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അവരുടെ അടുത്തേക്ക് പോകണം. ഈ കിടക്കുന്ന കാറുകളൊക്കെ ഈ മാധ്യമങ്ങൾ ആണ്. അപ്പോൾ ഇവർ ഇവിടെ തമ്പടിച്ചോട് നിൽക്കുകയാണ്. അർജുൻ്റെ വീട് ഇതാ അവിടെ കാണുന്ന ആ വളവ് കൂടെ പോലെ അർജുൻ്റെ വീടെത്തും. ഇവിടെ ഒരു തൊട്ടടുത്തുള്ളൊരു വീട്ടിൽ അവർ കൂട്ടത്തോടെ അവിടെ ഇരിക്കുകയാണ്. എന്താണ് അർജുൻ്റെ വീട്ടിലൊരു എക്സ്ക്ലൂസീവ് ന്യൂസ് കിട്ടാമെന്നുള്ളതിൽ ഭയങ്കരമായിട്ട് കാത്തു നിൽക്കുകയാണ്. അപ്പോൾ അങ്ങോട്ട് ഓടിപ്പോകണം. അർജുൻ്റെ പ്രദേശവാസികളോടൊക്കെ അവർ സംസാരിക്കുകയാണ്. തൊട്ടടുത്ത് തന്നെ അർജുൻ്റെ വീട്. അത് നമ്പന്മാരെ, ഞാൻ അർജുൻ്റെ വീടിൻ്റെ പരിസരത്താണ്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നതിൻ്റെ 2 വീട് പിറകുവശത്താണ് അർജുൻ്റെ വീട് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ കുറേ മാധ്യമ സുഹൃത്തുക്കളൊക്കെ കണ്ട്. അപ്പോൾ ഈ മാധ്യമങ്ങൾ നന്നായിട്ട് അവർ ഒന്നും ചെയ്യുന്നില്ല എന്നല്ല, എന്നാലും ആദ്യമൊക്കെ അവരുടെ ഒരു ഇത് നമുക്ക് കമ്മിറ്റ്മെന്റ് നമുക്ക് നല്ല രീതിയിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊരു റേറ്റിങ്ങിന് വേണ്ടി നടക്കുന്ന പരിപാടിയാണോ എന്ന് വരെ സംശയം തോന്നി. അപ്പൊ ഞാനൊരു ഉദാഹരണം ഞാൻ 2 ഫോട്ടോ സഹിതം തന്നെ പറഞ്ഞു തരാം. 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. മാധ്യമങ്ങള് ഒരു വലിയൊരു രീതിയിലേക്ക് ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അവര് എത്രത്തോളം ഇതിൽ ആത്മാർത്ഥത കാണിക്കുന്നുണ്ടെന്നാണ് ഇപ്പം ഡൗട്ടായി വന്നിട്ടുണ്ട്. അവർ റേറ്റിങ്ങിന് വേണ്ടി അവിടെ മാർക്കറ്റിങ്ങിന് വേണ്ടി ആണോ ഇതിങ്ങനെ ചെയ്യണതെന്ന് ഇപ്പോൾ ഒരു സംശയം വരുന്നുണ്ട്. അതിന് കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അത് ഞാൻ തെളിവ് സഹിതം തന്നെ പറയാം. അപ്പൊ നിങ്ങളിതൊന്ന് വീഡിയോ ഫുള്ളായിട്ട് കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇതിനെ നിങ്ങൾ അവഗണിക്കണോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അഭിപ്രായം കമന്റ് ബോക്സിൽ ഇടാം. ഓക്കെ, പ്രിയപ്പെട്ടവരെ, ഈ 3 ചിത്രങ്ങൾ, അതായത് സോഷ്യൽ മീഡിയയിൽ നമ്മളെ മാധ്യമങ്ങൾ പുറത്തുവിട്ട ചിത്രങ്ങളാണ്. ഈ 3 നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് 3 പറയുന്നത് ലോറി കണ്ടെത്തി, ലോറി റഡാറിൽ തെളിഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. എന്തൊരു വിഡിത്തരാണ് ഈ മാധ്യമങ്ങൾ പറയുന്നത്. കാരണം ഒരു റഡാർ വഴി ലോറി എങ്ങനെ കണ്ടെത്താൻ, ഒരു എന്തെങ്കിലും ലോഹ അവശിഷ്ടങ്ങളോ ലോഹം കണ്ടെത്താൻ മാത്രമേ കഴിയുള്ളൂ. ഇതിൻ്റെ പുറത്താണ് ഇവർ ഇത് ഉറപ്പിച്ച് പറയണത് ലോറി കണ്ടെത്തിയെന്ന്. അപ്പം ഇവരുടെ ലക്ഷ്യം നമുക്ക് മനസ്സിലാക്കാം. ഇതൊരു സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഈ ഒരു തമ്പലൈൻ, അതായത് ഈ ഒരു പോസ്റ്റർ കാണുമ്പോൾ ഏതൊരാളും ആ വീഡിയോ നിൽക്കും, ആ വീഡിയോ കാണും. അതെ, ലോറി കണ്ടെത്താതെ ഇത് കണ്ടെത്തിയത് പറയുന്നത് എന്ത് മാധ്യമ ധർമ്മമായി. ഇത് 2-3 ദിവസമുള്ള മുന്നേ ഇവർ പറഞ്ഞ റഡാർ കൊണ്ടുവന്ന സമയത്ത് ഇവർ പുറത്തുവിട്ട വാർത്തയാണ് ഞാൻ പറഞ്ഞത്. പിന്നെ വീണ്ടും 2 ദിവസം കഴിഞ്ഞ് ലോറി കണ്ടെത്താനായിട്ടില്ല. അപ്പോൾ എന്ത് ആധികാരികതയുടെ പുറത്താണ് ഇവർ ഈ ഒരു വാർത്ത, ഈ ഒരു തെറ്റായ വാർത്ത കൊടുത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇവരെ ഒരു ആത്മാർത്ഥത നിങ്ങൾ ഇതിലൂടെ തന്നെ മനസ്സിലാക്കണം. പറയാൻ കാരണം ഇങ്ങനെയുള്ള തെറ്റായ വാർത്ത കൊടുത്ത് റേറ്റിംഗ് കൂട്ടാനും ഇവരെ സോഷ്യൽ മീഡിയയിലെ വ്യൂസ് കൂട്ടാനും വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനെ കളിക്കുന്നത്. അതാണ് ആദ്യത്തെ കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ഈ കറക്റ്റ് ഈ ഒരു വാർത്തകൾ 3 പ്രധാനപ്പെട്ട ചാനൽ ഈ വാർത്ത കണ്ടാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് വളരെ ശരിയാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. അടുത്ത കാര്യം പറയാനുള്ളത്, ഇന്നലെ വാർത്ത കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ, രാവിലെ ഞാൻ വർക്കിന് പോകുന്നതും കുറച്ച് മുന്നേ വാർത്ത കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു മഴ പെയ്യുന്നുണ്ട്. മഴ പെയ്യുമ്പോൾ അവിടുന്ന് ആൾക്കാർ, അവിടുത്തെ അധികൃതർ, നമ്മളെ മാധ്യമ പ്രവർത്തകർ എല്ലാവരും അവിടുന്ന് മാറ്റുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ചാനലിൽ അവർ പറയുന്നത് എന്താ വെച്ചാൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഞാൻ ആദ്യത്തെ ചാനൽ കണ്ടപ്പോൾ മഴ പെയ്യുന്നുണ്ട്, ഇവിടെ ഇപ്പോഴും ഭയങ്കര സുരക്ഷാ ഭീഷണിയുണ്ട്, ഇപ്പോഴും മണ്ണിടിഞ്ഞ് വീഴാനും ആൾക്കാർക്ക് എന്തെങ്കിലും വരാനും പരിക്കുപറ്റാനൊക്കെ സാധ്യതയുള്ള സാധനം. അപ്പൊ അതുകൊണ്ട് ആണ് പ്രത്യേക പരിശീലനം കിട്ടാത്ത ആൾക്കാരൊക്കെ മാറ്റുന്നത്. അത് മാധ്യമപ്രവർത്തകർക്കൊന്നും പ്രത്യേക പരിശീലനം കിട്ടിയിട്ടുണ്ടാവില്ല. ആ പരിശീലനം കിട്ടിയ ആൾക്കാരെ മാത്രം നിർത്തിയിട്ട് ബാക്കി എല്ലാവരും അവിടെ നിന്ന് മാറ്റി നിർത്തുന്നത്. പക്ഷെ ഞാൻ ചാനൽ മാറ്റിയപ്പോൾ വേറൊരു ചാനലാണ്, ഒരു പ്രമുഖ ഒരു മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തോട് മാറി നിൽക്കാൻ പറയണെന്ന് വെച്ചാൽ എന്താണ് ഞാൻ ഇവിടെ നിന്നെന്താ കുഴപ്പം, ഞാൻ ഇവിടെ നിന്നെന്താ കുഴപ്പം, ഭയങ്കര ഇഷ്യൂ ആക്കുന്നു, ഭയങ്കര സംഭവമാക്കുന്നു. അവരെന്തോ അവരുടെ ആൾക്കാരെന്തോ ഒരു ഭീകര ജീവികളെ പോലെ. അപ്പൊ അവർക്ക് നിന്ന് തെറ്റ് പറ്റുന്നെങ്കിൽ ഓക്കെ, പക്ഷെ എല്ലാത്തിനും ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് കാണുമ്പോൾ ഇത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഞാനൊരു ഞാൻ വർക്കിന്റെ ഇടയിൽ ഒരു യൂട്യൂബ് വീഡിയോ തുറന്നു നോക്കിയപ്പോഴാണ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം മനസ്സിലാവുന്നത്. എന്ത്, ഈ ആഴമേത്തേക്ക് കാറ്റും ഇതൊക്കെ വന്ന് ഇയാള് ഇതായി നിൽക്കാണ്, കരയാണ്. എന്ത്, അയ്യോ കാറ്റടിക്കുന്ന ഇയാള് കൊടക്ക ഇതായിപ്പോയി കൊട്ടുക്ക് പോയി ആകെ ഭയങ്കര ഭീകരാവസ്ഥയിൽ ആണ് പിന്നെ മൂപ്പരെ കാണുന്നത്. അപ്പൊ അത് കേട്ടോണ്ട് അവതാരിക പറഞ്ഞുകൊണ്ടിരിക്കാണ്, നിങ്ങൾ സുരക്ഷയായി നിൽക്കൂ, അവിടെ ഭയങ്കര അവസ്ഥയാണ്, ഭയങ്കര കാറ്റാണ്, മഴയാണ്, ഭീകരാവസ്ഥയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാണ്. അപ്പോ അതാണ് നേരത്തെ അവർ പറഞ്ഞത്, അവിടെ ഇപ്പോഴും സുരക്ഷിതമല്ല, അവിടെ ഇപ്പോഴും
ഏത് സമയത്തും ആ മണ്ണിടിഞ്ഞ് വരാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് അവിടെ ഒരുപാട് ആൾക്കാർ നിൽക്കാതെ ഇത്ര ആൾക്കാരെ മാത്രം നിർത്തിയിട്ട് ബാക്കി എല്ലാവരും മാറി നിർത്തുന്നത്. അവിടെയുള്ള ആൾക്കാർക്ക് പ്രത്യേക പരിശീലനം കിട്ടിയ ആൾക്കാരാണ്, അവർക്ക് പെട്ടെന്ന് രക്ഷപ്പെടാനും ഒക്കെ കഴിയും. ഇവർ പെട്ടെന്ന് മണ്ണ് വീണാൽ ഈ ക്യാമറയും പിടിച്ച് മൈക്കും പിടിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ഒഴിച്ച് ആ ഗംഗാവലി പുഴയിലേക്ക് പോകും. അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ അത് അങ്ങനെ അത് അപ്പോഴത്തേനും അത് വേറെ ലെവലിലേക്കാണ് ചിത്രീകരിക്കുന്നത്, നെഗറ്റീവായിട്ട് ചിത്രീകരിക്കുക, അവിടെ ഓരോ മാറ്റി നിർത്തണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയാം. അപ്പോൾ നിങ്ങൾ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ നിങ്ങളെ മാറ്റി നിർത്തിയത്, അത് ആദ്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെയാണ് ഇവിടുന്ന് മലയാളികൾ വരുമ്പോൾ പല ആൾക്കാരും അവര് രഞ്ജിത്ത് ഇസ്രായേലിനെ പോലെ ആൾക്കാരൊക്കെ അവിടെ ചെയ്യുന്നുണ്ട്. വേറെ ഒരുപാട് ആൾക്കാർ അവിടെ നിൽക്കുന്നില്ല. പറയാൻ കാരണം ഈ ഒരു അപകടം പറ്റിയാൽ അവിടെ സുരക്ഷാ പ്രവർത്തനം നടത്തുന്ന ആൾക്കാർ ജീവനും അവർ ഗൗനിക്കേണ്ടതുണ്ട്. 100% അവർ അവരുടെ ജീവനെ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എല്ലാവരും പിടിച്ച് അവിടെ നിർത്തിയിട്ട് ഈ അവരുടെ ജീവനം കൂടി കളയണ്ട എന്നുള്ള ഒരു തീരുമാനം എത്തണമെങ്കിൽ അതിന് നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. പിന്നെ കുറെ വാർത്തകളുണ്ട്, മന്ത്രിമാർ വന്നില്ല, മുഖ്യമന്ത്രിമാർ വന്നില്ല എന്നത് ഭയങ്കര വിമർശനം. അതേ ആൾക്കാർ തന്നെ വീണ്ടും പറയാണ്, എന്താ പറഞ്ഞത്, മന്ത്രിമാർ വന്ന് മുഖ്യമന്ത്രിമാർ വന്നതിന് ശേഷം പറയണേ ഒരു വെറുതെ ഷോ കാണിക്കാൻ വരികയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? അവർ വന്നില്ലെങ്കിലും തെറ്റ്, വന്നാലും തെറ്റ്, അത് ഏത് മന്ത്രി ആയാലും ഏത് മുഖ്യമന്ത്രി ആയാലും. അപ്പൊ അങ്ങനെ രണ്ട് തരത്തിൽ വ്യാഖ്യാനിക്കരുത്, എങ്കിൽ ഒരു തരത്തിൽ വ്യാഖ്യാനിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. കുറച്ച് ദിവസം മുന്നേ ജോയി പറഞ്ഞ ആള് നമുക്കറിയാം മാലിന്യ കൂമ്പാരത്തിൽ പെട്ടിട്ട് അവിടെ നമുക്ക് എത്രയോ ദിവസം നമ്മൾ തെരഞ്ഞിട്ട് കണ്ടെത്താതെ ഏതൊരു മാലിന്യ കൂമ്പാരത്തിൽ ഒഴുകി വന്നിട്ട് നമുക്ക് ആ ജഡം കണ്ടെത്തി. അന്ന് നമ്മൾ കേരളത്തെ മൊത്തം അധിക്ഷേപിച്ച് ഈ മാധ്യമങ്ങളെ. അത് ശരി തന്നെയാണ്, നമ്മളൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരാണ്. അന്ന് കേരളത്തെ മൊത്തം ഇതാക്കിയിട്ട് ഇന്നിപ്പോ അതേപോലെ കർണാടകയെ ഓവറായിട്ട് വിമർശിച്ച് അവർക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷെ അതിര് കടന്ന് വിമർശനത്തിലേക്ക് കാര്യം കടന്ന് കേരളം വലിയ സംഭവം. 2 ദിവസം മുന്നേ ജോയിന്റെ കാര്യത്തിൽ കേരളത്തെ മൊത്തം അധിക്ഷേപിച്ച ആൾക്കാർ ഇപ്പോ കർണാടക മൊത്തം അധിക്ഷേപിക്കുന്നത് കേരളം വമ്പ സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നടക്കുന്ന സമയത്ത് അവർ ഇങ്ങനെ സമ്മർദ്ദത്തിലാക്കുന്നത് ശരിയാണോ? പറഞ്ഞ് സമ്മർദ്ദത്തിലാക്കുന്നത് ശരിയാണോ? തെറ്റ് ചൂണ്ടിക്കാണിക്കുക, അതിന് ഞങ്ങൾ ഇപ്പോൾ വിമർശിക്കില്ല. പക്ഷെ എല്ലാത്തിനും തെറ്റ് കണ്ടിട്ട് എല്ലാത്തിനും വിമർശിച്ചിട്ട് ഒരു മൊത്തത്തിലൊരു ഭീകരാന്തരീക്ഷം ഉണ്ടാക്കുന്നത് ശരിയല്ല. അപ്പോൾ അതിൽ നിങ്ങൾ ആത്മാർത്ഥത ചോദ്യം ചെയ്യപ്പെടുക ചെയ്യുന്നത്. എല്ലാത്തിനും ഒരു സ്ഥലത്ത് നോക്കിയാൽ അത് കറക്റ്റായിട്ട് പറയുമ്പോൾ മറ്റേ സ്ഥലത്ത് അതിന് വിപരീതമായിട്ടാണ് പറയുന്നത് മാധ്യമങ്ങൾ. അതിന് ഉദാഹരണമാണ് നേരത്തെ ഞാൻ ആ കുട ചൂടിയത് ആ അപകടത്തെ ആൾക്കാരെ മാറ്റിയതിൻ്റെ ഒക്കെ ഉള്ള ഒരു ഉദാഹരണമാണ് അത്, മെയിൻ ഉദാഹരണം. അപ്പൊ അത് ഒരു ശരിയായിട്ടുള്ള രീതിയല്ല. റേറ്റിംഗിന് വേണ്ടി മാധ്യമങ്ങൾ പരസ്പരം മത്സരിക്കുന്ന പോലെയാണ് കണ്ടിട്ട് തോന്നുന്നത്. ഇന്ന് കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കുകയാണ്. ഈ ലോകസഭയിൽ ആദ്യത്തെ ബഡ്ജറ്റാണ്. അപ്പൊ അത്രയും പ്രാധാന്യം ഉള്ളത് കൊണ്ട് തന്നെ ഇന്നലെയും കുറച്ച് ദിവസം നമ്മൾ കണ്ട മാധ്യമങ്ങള് കണ്ട ഒരു രീതിയല്ല, എല്ലാത്തിലും ഇപ്പോൾ ആ ബഡ്ജറ്റ് ലൈവായിട്ട് കാണിക്കുന്നുണ്ട്. നമുക്ക് സോഷ്യൽ മീഡിയ കണ്ടാൽ നോക്കിയാൽ നമുക്കറിയാം ആ ബഡ്ജറ്റാണ് ഇപ്പം പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ അർജുന്റെ കാര്യം ഇപ്പൊ താഴത്ത് ഇങ്ങനെ ജസ്റ്റ് എഴുതി ഇങ്ങനെ കാണിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മാധ്യമങ്ങൾക്ക് പ്രാധാന്യം കൂടുന്നതനുസരിച്ച് മാധ്യമങ്ങൾ ആ വാർത്ത ഇട്ട് വേറെ വാർത്തയിലേക്ക് പോകും. ഇനി ബഡ്ജറ്റിനേക്കാൾ കൂടുതൽ വാർത്ത വന്നാൽ ആ വാർത്തയിലേക്ക് പോകും. അപ്പോൾ ഇതാണ് മാധ്യമങ്ങളുടെ അവസ്ഥ. അപ്പോൾ മൊത്തത്തിൽ മാധ്യമങ്ങളെ മോശമാക്കല്ല, എന്നാലും ഒരു ചില കാര്യങ്ങളിൽ അവർക്ക് നന്നായിട്ടൊരു പ്രശ്നം വരുന്നുണ്ട്. അത് നമ്മൾ കാണുന്ന ഒരു പ്രേക്ഷകന്റെ നിലയിൽ എന്റെ അഭിപ്രായം മാത്രമാണ് പറയണത്. ഓക്കെ, അപ്പൊ ഈ കാണുന്ന പുഴ അർജുന്റെ വീടിന്റെ അടുത്തുള്ള കക്കോടിക്ക് പോകുന്ന റോഡില്, അതായത് അപ്പൊ ഞാനിവിടെ വന്നപ്പോ നമ്മള് പറഞ്ഞിട്ട് നല്ല ശക്തിയിൽ ഒഴുകിയ പുഴയാണ്. അപ്പൊ ഇതിപ്പോ അതിന്റെ ഒഴുക്കൊക്കെ കുറച്ച് ഇതാണ്. അതുപോലെ തന്നെ ഒരു നല്ല കാലാവസ്ഥ, അർജുൻ ആ ശിരൂർ എന്ന സ്ഥലത്ത് നല്ലൊരു കാലാവസ്ഥ വരട്ടെ, അവിടെ പെട്ടെന്ന് തന്നെ നമ്മൾ അർജുനെ നമുക്ക് തിരിച്ചു കിട്ടട്ടെ പ്രാർത്ഥിക്കുകയാണ്, മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ്. ഓക്കെ, മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ ഈ അർജുന്റെ കുടുംബം ഇവിടെ നിൽക്കുന്നുണ്ട്. അവർക്കൊരു സ്വകാര്യത കൊടുക്കുക. അവിടെ എല്ലാ കാര്യത്തിലും അതിൻ്റെ ഉള്ളിൽ കുത്തി കയറി അവർക്ക് ഒന്ന് പൊട്ടിക്കറ്റാനെങ്കിലും ഒരു സ്വകാര്യത കൊടുക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ പറയാ വെച്ചാൽ, ഈ പ്രകൃതി ആയാലും ഈ ദൈവമായാലും അവരെ കുടുംബത്തിൽ നിന്ന് ഒരു ശക്തി പകരം, അവരുടെ മനസ്സിന് ഒരു ശക്തി കൊടുക്കട്ടെ എന്ന് മാത്രം ഞാൻ വിചാരിച്ചുകൊണ്ട് ഞാനിത് നിർത്താണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അർജുന് പെട്ടെന്ന് തിരിച്ചു കിട്ടണമെന്ന് എൻ്റെ ആഗ്രഹം എല്ലാവരും പോലെ. പക്ഷെ അത് ഒരു വലിയൊരു ഇതാക്കി കൊണ്ടുനടക്കാൻ എനിക്ക് ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു ജീവനാണ്, അത് വല്ലാത്തൊരു ഇതാണ്. നമ്മളെ സ്വന്തമാണെങ്കിൽ നമുക്ക് ആ വേദന മനസ്സിലാവുള്ളൂ. അപ്പം മാധ്യമങ്ങളെ ചില കാര്യങ്ങൾ ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് ഇത് പറയേണ്ടി വന്നത്. ഓക്കെ, വിപിൻ വിശ്വനാഥൻ, ഗുഡ് ബൈ.